You are watching TV Next. സാംസ്കാരിക കേരളത്തിന്റെ മുന്നിൽ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത വ്യക്തിത്വം മുൻ MLA വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ഹരിദാസ് MLA ഈ വേദിയിലുണ്ട്. ഏറെ സ്നേഹത്തോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രഖ്യാപനം നടത്തി കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ പ്രാപ്തം ഒരു സംഗീതത്തിന്റെ ഒരു ഈരടി കൊണ്ട് സിനിമയിലെ ഗാനങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ അറിയാതെ പ്രിയപ്പെട്ട റഫീഖ് അഹമ്മദ് സാറിനെ ഏറെ സ്നേഹ ബഹുമാനത്തോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അവസരം മലയാള സിനിമയിലെ എക്കാലത്തെയും അഭിമാനമായ നമ്മുടെ പൂച്ചൽ ഖാദറിന്റെ അവാർഡ് നൈറ്റ് ആയിരുന്നു. ഇപ്പോ ചേട്ടനൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്ത് തോന്നി? ഭയങ്കര സന്തോഷം. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. സത്യം പറയാൻ ആദ്യമായിട്ടാണ് ഒരു അവാർഡ് കിട്ടുന്നത്. കാര്യം പറയാന്ന് പറഞ്ഞാല് എനിക്കുമ്പോ അങ്ങനെ കിട്ടേണ്ട ആവശ്യമില്ലല്ലോ. അതേപോലത്തെ സംഭവം ചെയ്തിട്ടില്ല. പക്ഷെ ആദ്യമായിട്ട് ചെയ്തതിന് ഇങ്ങനൊരു ബഹുമതി കിട്ടിയൊരു സന്തോഷം. തീർച്ചയായിട്ടും നമ്മുടെ ഈ മലയാള സിനിമയിൽ തന്നെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ ഉറക്കമൊഴിക്കുന്നത് തന്നെ ചിലപ്പോൾ പോൾസ് ഖാദർ സാറിന്റെ പാട്ടുകൾ കേട്ടിട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഒരു അവാർഡ് കിട്ടുമ്പോൾ എത്രത്തോളം ഒരു അഭിമാനമാണ്? അയ്യോ, വളരെ അഭിമാനം. നമ്മളിലൊക്കെ എത്രയോ വലിയ ആളുകൾക്ക് ഇവിടെ അത് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിന് പുറകിൽ നമ്മളൊക്കെ വന്ന് അത് ഒന്ന് അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ. ഞങ്ങളെ പോലെ ഒരു ചെറിയ കലാകാരന്മാർക്കൊക്കെ അത് തരാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം, ബഹുമാനം. എത്രയോ ആളുകളാണ് ഇവിടെ. ഇതിപ്പോ ചേട്ടൻ ഇപ്പോ അടുത്ത പ്രോജക്റ്റ് എന്തൊക്കെയാണ്? ഇപ്പൊ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രൈഡേ ഫിലിംസിന്റെ കാലന്റെ തങ്കക്കുടം എന്ന് പറഞ്ഞ സിനിമയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഇത്തിരി ലോങ് ഡേറ്റുകളാണ്. ഇത് കഴിഞ്ഞിട്ട് വേറെ ചെയ്യുള്ളൂ. മീഡിയയിലെ ഇപ്പം മിന്നുന്ന താരങ്ങളാണ് നമ്മുടെ. അപ്പോ ഒരു അവാർഡ് കിട്ടിയിരിക്കുകയാണ്. ഈ നിമിഷം എങ്ങനെ തോന്നുന്നു? ഇത് എന്താ പറയാൻ, ഒരു സ്വപ്ന സാക്ഷാത്കാരം. അതിനപ്പുറം എന്തോ പറയാൻ. ഇത്രയും വലിയൊരു കലാകാരന്റെ ഒരു അവാർഡ് ഞങ്ങൾക്ക് കിട്ടുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സങ്കല്പിക്കുന്നതിന് അപ്പുറമാണ്. ഒരു ഭാഗ്യമായിട്ട് വരും. എനിക്ക് പറയാനുള്ളത് ചേട്ടൻ്റെ എനിക്ക് പറയാനുള്ളത് സ്വപ്നമാണോ സത്യമാണോ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. കണ്ടന്റ് എങ്ങനെയാണ് കിട്ടുന്നത്? ഞങ്ങൾ രണ്ടുപേരും നിങ്ങൾ ചിന്തിക്കും. ഞങ്ങൾ ചെയ്യുന്ന മിക്കതും നമ്മുടെ തന്നെ ലൈഫിൽ നമ്മൾ കണ്ടിട്ടുള്ളതും നമുക്ക് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടിനോട് തന്നെ ഈ കണ്ടന്റ് എല്ലാം റെഡിയാക്കുന്ന എല്ലാ പരിപാടി. ഇപ്പം ഏറ്റവും ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടന്റ് ഏതാണ്? ഞങ്ങളുടെ ഇപ്പൊ ഏറ്റവും ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത് ഏത് ഒത്തിരി ഉണ്ട്. പിന്നെ മെമ്പർ സരള ആ ഒരു ക്യാരക്ടർ ഞങ്ങളുടെ പുള്ളിയുടെ ഒരു നല്ല ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ഇപ്പോ സാധാരണ നമ്മൾ ഇങ്ങനെ ഒരു കണ്ടന്റ് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം വരുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? നിങ്ങൾ ഈ ഒരു ടൈം ഉണ്ടല്ലോ, നിങ്ങളിപ്പോൾ രാത്രി ഇത് ചിന്തിച്ചിട്ട് ഉറങ്ങിയിട്ട് അടുത്ത് ഷൂട്ട് ചെയ്യുന്നത് ആരാണ്? പിള്ളേരാണോ? ഞങ്ങൾ ആക്ച്വലി തുടക്ക സമയത്ത് ഞങ്ങളുടെ പിള്ളേർ തന്നെ ആയിരുന്നു ഞങ്ങളുടെ ഷൂട്ടും കാര്യങ്ങളെല്ലാം. പിന്നെ അവരുടെ പഠിത്തം, മോള് +2 ആയി, മോൻ 10ാം ക്ലാസ് ആയി. അങ്ങനെ വന്നപ്പോൾ നമുക്ക് എന്തായിരുന്നാലും ഒരാളെ വെച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇപ്പൊ ഒരു ക്യാമറമാനെ വെച്ചിട്ടുണ്ട് കരവളത്തോളം. കാര്യം കാലം മാറുന്നതനുസരിച്ച് നമ്മൾ കോലം കിട്ടിയല്ലേ പറ്റുള്ളൂ. അതാണ്. അതെ, നമ്മൾ അതിന്റെ കൂടെ പോയേ വെക്കുള്ളൂ, അല്ലാതെ രക്ഷയില്ല. പിന്നെ ഇനി അടുത്ത ഒരു ഫിലിം പ്രോജക്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ട്. ദൈവം സഹായിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു പടത്തിൽ കാണാം എന്ന് മാത്രമേ പറയാനുള്ളൂ. ആശംസകൾ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.